ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തോരം വീഡിയോ എടുക്കുന്നോ അവിടം വരെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാണ് എടുത്ത് തുടങ്ങിയത്. ചിലപ്പോൾ ഇത് മോർണിംഗ് റൊട്ടീൻ ആവാനും മതി, കാരണം ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കാഴ്ച കാലത്തെ ഭക്ഷണമൊന്നും ആവത്തില്ല, നേരം കറക്റ്റ് സമയത്ത് ഉണ്ടാക്കി വേണം കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കാലത്തെ പണിയൊക്കെ തീർന്നാൽ പിന്നെ ഫ്രീ ആണ്. അപ്പോൾ രാവിലെ ഒന്ന് എണീക്കുന്ന മോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോയി വീണ്ടും ഫോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയി കിടന്നതാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കലി ഒന്നും കൂടി ഒരു മഴ പെയ്തപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അതാണ് കുറച്ച് കൂടുതൽ സമയം നമ്മുടെ ഫോൺ അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എണീറ്റു. അപ്പോൾ പിന്നെ ആക്ടിങ് അല്ല, ഇതൊക്കെ ഒറിജിനൽ തന്നെ ആയി വന്നു. അപ്പോൾ രാവിലെ എണീറ്റ് മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് തൊട്ടും പിടിച്ചൊക്കെ നോക്കും. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ എനിക്ക് കുറച്ച് ഓവർലോഡാണ് ടെൻഷൻ. കാരണം പെട്ടെന്ന് ടെമ്പറേച്ചറോ കാര്യങ്ങളൊക്കെ വരാതിരിക്കണമല്ലോ. അപ്പം ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യും ഞാൻ. പിന്നെ 2 ഫാനൊക്കെ വെച്ച് കിടക്കുന്ന ഇവർക്ക് പ്രാന്താണെന്ന് വിചാരിക്കരുത്. നമ്മുടെ മുകളിലത്തെ ഫാന് തീരെ കാറ്റില്ല രാത്രിയിലൊന്നും. അപ്പം നമ്മൾ ടേബിൾ ഫാനും കൂടെ വെച്ച് കാലിന് കീഴായിട്ടാണ് വെച്ചിട്ടുള്ളത്, ഫേസിലോട്ടൊന്നും അല്ല. ഒരു ചെറിയ തണുപ്പെങ്കിലും ഉറങ്ങാൻ പറ്റില്ലല്ലോ. അതിനിടയ്ക്ക് ഞാൻ പുതപ്പിച്ച് സെറ്റ് ചെയ്ത് കിടത്തിയവൾ നമ്മുടെ പകൽപ്പൂരത്തിൻ്റെ ക്ലൈമാക്സിനകത്ത് തവള തുണിക്കകത്ത് കിടന്ന് ചാടുന്ന പോലെ പൊങ്ങി പൊങ്ങി ചാടണം കേട്ടോ. ആ തുണി എടുത്ത് ഞാൻ മാറ്റിയപ്പോഴത്തേക്ക് ആൾ സെറ്റായിട്ടോ, പിന്നെയും ഇറങ്ങി. പിന്നെ ഞാൻ ചങ്കുട്ടീനെ മാത്രമായിട്ട് പുതപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇവർക്ക് തണുക്കുന്നില്ലേന്നായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ മൊത്തം. അപ്പം ഇടയ്ക്ക് ഞാൻ ഉറങ്ങിയ ടൈമിൽ ഒരു മഴയും കൂടെ പെയ്തിട്ടുണ്ട്. അതിങ്ങനെ തുരുതുരാ ഗ്യാപ്പിട്ട് മഴയാണ് കേട്ടോ. ആക്ച്വലി മഴയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ തുണി ഉണങ്ങാൻ വരുമ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരും. മെഷീനകത്തൊക്കെ ഉണക്കി എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് ഇച്ചിരി ചൂടെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ അതിപ്പോൾ കിട്ടണില്ല ഗൈസ്. ആദ്യമൊക്കെ നല്ല സുഖമാണ്, പിന്നെ പകുതി കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കങ്ങ് മടുത്ത് തുടങ്ങൂല്ലേ. അപ്പോൾ വെള്ളോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല അടുത്ത മഴയ്ക്കുള്ള കോൾ ഇവിടെ വന്ന് തുടങ്ങി. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്യുന്നത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കംപ്ലൈൻറ്റ് ഒക്കെ അവരുടെ ഇവിടെ നിന്ന് വന്നുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒന്നും കാണിക്കാൻ ചേർപ്പം. പിന്നെ മോൻ എഴുതുന്നൊരു ഡീസൻറ്റ് പരിപാടിയാണല്ലോ, നിങ്ങൾ കഴുകത്തില്ലെങ്കിൽ ഞാൻ കഴുകണമല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും മുകളിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണമായിരുന്നു. നമ്മുടെ കരിയാപ്പൊക്കെ ഒടിഞ്ഞ് തൂങ്ങി കാറ്റത്ത്. പിന്നെ ഇവിടെ നല്ല കാറും കൂളൊക്കെ വരുന്നുണ്ട് അടുത്തതിൻ്റെ. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ കയറി കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. തണുപ്പത്ത് നല്ല കട്ടൻ കാപ്പി അടിപൊളിയാണ്. നമ്മുടെ കട്ടൻ കാപ്പിക്ക് നല്ല രുചിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളുടെ കോട്ടയംകാരുടെ കട്ടൻ കാപ്പിയുടെ പൊടി. പിന്നെ രാവിലെ ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി അച്ഛൻ ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ അടുപ്പേക്ക് സാധനം കയറിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറേ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരു 3-4 ദോശ ചുടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചെയ്തു. അതിന് ഞാൻ കാപ്പിയും കുടിച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. ഇടിയപ്പത്തിൻ്റെ കൂടെ ഒരു മുട്ടക്കറി കാച്ചാമെന്നാണ് വിചാരിക്കുന്നത്. മുട്ടയൊക്കെ ഓൾറെഡി പുഴുങ്ങി അച്ചമ്മ വെച്ചിട്ടുണ്ട്, കുറച്ച് അരിഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെ ഗ്യാപ്പിലൊരു സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് പോയതാണ്. അവിടെ കിടന്ന് കുഞ്ഞിപ്പാറ് ഭയങ്കര പരിപാടി. ഞാൻ അവൾ വീടായിരിക്കാൻ തട വെച്ച തലവണ അവൾ തള്ളി താഴെ ഇട്ടിട്ട് കട്ടിയില്ലാത്തൊരു തലവണ എടുത്ത് അവൾ കണ്ടേപ്പാത്തേ കളിക്കുന്നു. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തല്ലി ഉണർത്തുന്നു കേട്ടോ. ഞാൻ വന്ന് നിന്ന പുള്ളിക്കാരി ആദ്യം കണ്ടില്ല. പിന്നെ ഞാൻ ഫോൺ കുറച്ചും കൂടെ വന്നപ്പോഴത്തേക്ക് ഫ്ലാഷ് ഓൺ ആയിപ്പോയായിരുന്നു ഇടയ്ക്ക്. ആ ടൈമിലാണ് കണ്ടത്. പിന്നെ അവളായിട്ട് കുറച്ച് നേരമൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പോഴത്തേക്ക് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അവിടെ നല്ല അടിപൊളി മഴയാട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഞങ്ങളെ കാണിക്കായിരുന്നു അവിടെ മഴ പെയ്യണതിൻ്റെ സംഭവങ്ങൾ. മൊത്തം അടുക്കി വീടുകളാണ്, ഏതാണ്ട് മുംബൈ പോലെ. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ മുംബൈ, അതുപോലെയാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ കുറേയൊക്കെ അങ്ങോട്ട് മാറിയിട്ട് കടലാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ ആഡ് വരുന്നത്, ഷിപ്പ് യാർഡ്. അപ്പോൾ കുറച്ചൊക്കെ ഏട്ടനുമായിട്ട് അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങളോർക്കുമ്പോൾ ടെൻഷൻ, കാരണം സി ആയണല്ലോ ബാക്കിൽ. അപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര വെപ്രാളാണ്. അതുപോലെ തന്നെ എനിക്ക് നമ്മളിവിടെ ഓക്കെ ആണെങ്കിലും ആലപ്പുഴയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം മംഗളാച്ചനും ഓമനാമ്മയൊക്കെ അവിടെയല്ലേ. മഴയാണ്, ഇങ്ങോട്ടൊക്കെ പോരാൻ പറയണ കാര്യമാണ്. കൃഷിയില്ല, വെള്ളം എന്തായാലും കയറും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മട തുറക്കാതെ ഞങ്ങൾ വരില്ല എന്നുള്ള രീതി നിൽക്കുകയാണ്. പിന്നെ ഞാൻ കാപ്പിയും കുടിച്ച് കുറച്ച് നേരമൊക്കെ സിറ്റ് ഔട്ടിൽ നിന്നു. അവരെ ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഫോണിലാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചവർ വലിച്ചിട്ടേക്കണമല്ല, എൻ്റെ തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടി നമ്മൾ എടുക്കാത്തൊരു കട്ടിലേലും വിരിച്ചിട്ടേക്കാണ്. എന്നിട്ട് ഫാനിട്ടാണ് ഉണക്കിക്കൊണ്ടിരുന്നത്. 3 ദിവസമായിട്ട് അതവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ചൊക്കെ വെക്കണം. കറണ്ട് പോയിട്ട് നമുക്ക് ഇത് കുത്താൻ പറ്റില്ല. ആ ടൈമിൽ ഞാനപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടിയപ്പം പിഴിയണങ്ങൾ കണ്ടിട്ട് ഞാൻ വലിയ എക്സ്പേർട്ടാണെന്ന് വിചാരിക്കില്ല, ഇപ്പോഴൊക്കെയാണ് പിഴിയാൻ തുടങ്ങിയത്. പിന്നെ എന്താ പറയുക, ഏട്ടൻ ഉള്ളപ്പോൾ ഏട്ടൻ അല്ലെങ്കിൽ അച്ഛയാണ് ഞങ്ങളുടെ ഇവിടെ ഇടിയപ്പം പിഴിയുന്നത്. പിന്നെ നമ്മൾ കുഴയ്ക്കുന്ന പൊടിയുടെ സോഫ്റ്റ്നെസ് പോലെ ഇരിക്കും. പിന്നെ വലിയ പാടില്ല എന്ന് വെച്ചാൽ ജയക്കകത്ത് കാണിക്കുന്ന അത്രയും പാട് എന്തായാലും ഇടിയപ്പം ഞെക്കാനില്ല കേട്ടോ. അത് ഭയങ്കര ഓവറായിട്ട് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു കാണുമ്പോൾ. പിന്നെ ഞാൻ അതെടുത്ത് നേരെ അടുപ്പിലോട്ട് കയറ്റി. നമ്മുടെ ഇവിടെ ഗ്യാസിൻ്റെ ഒരു അടുപ്പ് കത്തുന്നില്ല കേട്ടോ, എന്താണോ എന്തോ. അപ്പം ഒന്ന് സെറ്റ് ചെയ്യാൻ കൊടുക്കണം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ വല്ല പാട് വരും. സ്കൂൾ തുറക്കുമെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ എന്തായാലും അടുപ്പത്തും കൂടെ സാധനങ്ങളൊക്കെ രാവിലെ ഓടുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എന്നാൽ അടുപ്പൊക്കെ കത്തിക്കുന്നതാണ് ഇവിടെ, കാരണം ചോറ് നമ്മൾ രാവിലെ വെക്കുമല്ലോ. പക്ഷേ ഇന്ന് നമുക്ക് ചോറില്ല, ഇടിയപ്പാണ് പകരം. അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് കത്തിച്ചപ്പോഴത്തേക്ക് ചെറുന്ന് കത്തി. എന്തായാലും എന്നെ നാണം കെടുത്തിയില്ല പുള്ളി. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും ഇപ്പോൾ അത്യാവശ്യം കത്തും. ഞാൻ കത്തിക്കുമ്പോൾ കത്തുകയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി സെറ്റ് ചെയ്ത് വെച്ചു.
അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംഭവമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങ് പോയിട്ടോ. അച്ഛൻ മരുന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ തുണി നനവുണ്ട് എന്ന് വെച്ചാൽ നനവില്ല, ഇച്ചിരി തണുത്തിരിക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചിട്ട് വീണ്ടും കൊട്ടയ്ക്കകത്തോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്നാൽ ചുമ്മാ അവിടെ കിടന്ന് പോകത്തേ ഉള്ളൂ, ഉറുമ്പും കയറിയൊക്കെ ചുമ്മാ ഇരിക്കും. പിന്നെ കുറച്ച് ഞാൻ അവിടെ നിന്ന് ഇരുന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പാറോടെ അച്ഛമ്മയുടെ ഭയങ്കര സാറ്റുകളിയാണ് കേട്ടോ. അച്ഛമ്മ അടുക്കളയിൽ പോകുമ്പോൾ ഓടി ചെന്നിട്ട് അച്ഛമ്മയുടെ ഭാഗത്ത് നിൽക്കുക. അപ്പോൾ ഇവള് കണ്ടിട്ട് ഓടിയപ്പോൾ അച്ഛമ്മ പോയി സാറ്റടിക്കുന്നതാണ്, കഥകപ്പം അടിക്കൂട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്തോട്ട് നോക്കിയപ്പോൾ വല്ലാത്തൊരു വെപ്രാളം, എന്തോ വലിയ എന്തൊക്കെയോ വരാൻ പോണ പോലെ ഒരു പ്രതീതി കേട്ടോ. വെള്ളപ്പൊങ്ങാനെ കാറ്റടിക്കണമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും പറയുന്നത് അറിയത്തില്ല. നമ്മുടെ അമ്പലത്തിനോട് ആലൊക്കെ ആടി തുടങ്ങും, പിന്നെ പയ്യെ പയ്യെ നമ്മുടെ ഇവിടുത്തെ മരങ്ങളൊക്കെ ആടി തുടങ്ങും. പൊന്നെ കായ് ഇത്ര ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ഓർക്കാപ്പുറത്ത് പെട്ടെന്നൊരു മഴ. ഞാൻ കയറിയപ്പോൾ നല്ല വെട്ടം ഉണ്ടായിരുന്നു. ഇത്ര നേരം വെളി അപ്പുറത്ത് ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തേ മഴ പെയ്തോ, ഇങ്ങനെ മഴ പെയ്തു എൻ്റെ തുണി ഉണങ്ങാനും എനിക്ക് ദേഷ്യം വരും കേട്ടോ. മഴേനെ ഇഷ്ടമൊക്കെ കാര്യമൊക്കെ വേറെ, പക്ഷേ തുണി ഉണങ്ങിയാൽ എൻ്റെ സ്വഭാവം മാറും. തീർന്നു. അങ്ങോട്ട് ഇടിയപ്പം ഉണ്ടാക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടി ഉരുള എടുത്തോണ്ട് പോയി തിന്നാനൊക്കെ കട്ട് തിന്നാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പിഴിയാൻ വന്നപ്പോൾ സംഭവം തീർന്നു, കാരണം പുള്ളി എണീറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി. പിന്നെ രണ്ടും കൂടെ ആ ഇടിയപ്പത്തിൻ്റെ സാധനം കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ കളിക്കാനാണെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങോട്ട് നോക്കിക്കോളൂ കുഞ്ഞിനെ കേട്ടോ, മഴ കിട്ടുന്നവരെ. സൂപ്പറാണോ കാണിച്ചേ? സൂപ്പരാ. ഉമ്മ അയച്ചോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ രണ്ടാം ട്രിപ്പ് പല്ലിൻ്റെ പോക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നോക്കിയപ്പോൾ ഒരുത്തി ഇവിടെ കംപ്ലീറ്റ് എടുത്തിട്ടേക്കുന്നത്, എന്നിട്ട് അവിടുന്ന് പെറുക്കുന്നതിന് അങ്ങനെയാണ് ഹോബി. ഇപ്പോൾ ചങ്കുട്ടി പല്ല് തേക്കാൻ വേണ്ടി ഞാനും തേക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളം വെച്ച് വീണ്ടും ഞാൻ എൻ്റെ ബ്രഷിൽ പേസ്റ്റ് വെച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര മടിയാണ് ആൾക്ക് പല്ല് തേക്കാനായിട്ടൊക്കെ. ഇന്ന് തേക്കണ്ടേ, നാളെ തേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു റെഗുലറായിട്ട് തേച്ചില്ല വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ കളിയാക്കും, ഇതൊക്കെ പറയേണ്ട മിസ്സ് കാണുവാടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നാൾ പൊങ്ങാനായിട്ട് അവസാനം വഴക്കൊക്കെ തന്നെ പറഞ്ഞാലേ പൊങ്ങുള്ളൂ കേട്ടോ. ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ പയ്യെ എണീറ്റു, അതൊക്കെ മേടിച്ച് മിടുക്കനായിട്ട് പോയിരുന്നു. സിറ്റ് ഔട്ട് തന്നെ ഇരുന്ന് മഴയും കണ്ട് പല്ലൊക്കെ തേച്ചു കേട്ടോ. അപ്പം തന്നെയാണ് പല്ലേക്കുന്നത്, പിന്നെ കഴുകിപ്പിക്കാൻ എൻ്റെ അടുത്ത് വരും. അപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോഴും മഴയ്ക്കൊരു മനുഷ്യപ്പറ്റില്ലാണ്ട് ചുമ്മാ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അവർക്ക് ഇതിന് മാത്രം വെള്ളം എവിടെയാണ്, കേരളത്തിൽ തന്നെ ഉണക്കായിട്ട് വെള്ളമില്ലാണ്, പിന്നെ എങ്ങനെയാണ് ഈ കാർമേഘം കൂടി മഴ പെയ്തുകൊണ്ടിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അതേ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കൊടുത്തു, രണ്ടുപേരിരുന്ന് കഴിക്കണം. അതിനിടയ്ക്ക് മുട്ട കണ്ടിട്ട് കുഞ്ഞിപ്പാറ അങ്ങോട്ട് ചാടിപ്പോവാ കേട്ടോ. പിന്നെ എന്താ ഇവിടെ സിനിമ അറബി ഒട്ടകവും പി മാധവൻ നായരും ചങ്കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷ്ടമുള്ള സിനിമയാണ് തന്നെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ, അല്ലെങ്കിൽ പിടിച്ചേട്ടി വാരി കൊടുക്കേണ്ട വരും. അപ്പോൾ കുഞ്ഞിപ്പാറ ഇവിടെ ഇരുന്ന് ഇതേ കഴിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് വേണ്ടത്, അവൾ അവിടെ കിടന്ന് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തേച്ചിരിക്കും. ആ കൊച്ചിൻ്റെ പാത്രത്തിൽ കുറേയൊക്കെ വാരിയിട്ട് അവൻ എന്നിട്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് അവൻ ഇഷ്ടമല്ല, അവൾ അങ്ങനെ ആളിച്ചിട്ട് പാത്രത്തിൽ ഇരുന്നൊന്നും ചങ്കുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവനങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അവർക്കെല്ലാം വാരിയൊക്കെ കൊടുത്തു, ഞാനും കഴിച്ചു. ഞാൻ വെള്ളോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ വാഴയ്ക്ക് തട വെച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത്തക്കൊലാന്ന് തോന്നുന്നു വളരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മറിഞ്ഞു വീഴാതിരിക്കാൻ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ കാറ്റല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഒരു കുഞ്ഞൻ ചേന വളർന്നിരിക്കുന്നുണ്ട് ഗൈസ്. ആ വെള്ളക്കടലിൽ അത് ടാങ്കിൻ്റെ അടിയിലായിട്ട് അങ്ങനെ വിങ്ങി നിൽക്കുകയായിരുന്നു. അച്ഛൻ ടാങ്കി മാറ്റിയപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ. പണ്ട് കുഞ്ഞാളെ ചങ്കുട്ടി നട്ടതിൻ്റെ വിത്ത കേട്ടോ. രാവിലെ തൊട്ട് മഴ പെയ്ത് ചീഞ്ഞ് ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങാൻ മേലെ ഒന്നിനും വയ്യ. പിന്നെ ടി വി കാണൽ ഇതല്ലാണ്ട് വേറെ ഒരു പണിയില്ലായിരുന്നു. പിന്നെ കുളിക്കാമെന്ന് വെച്ചപ്പോൾ തണുപ്പായതുകൊണ്ട് ഭയങ്കര മടി. എനിക്ക് ഉച്ചയ്ക്ക് കുളിക്കാമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് സന്ധ്യയ്ക്ക് കുളിക്കാമെന്ന് പറയുന്നത്. ഇന്ന് കുളിക്കുമെന്ന് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഉച്ചയ്ക്ക് ചോറുണ്ണലെല്ലാം പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തതിൻ്റെ കൂട്ടത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് എടുക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ടൗണിലൊക്കെ പോയിട്ട് തിരിഞ്ഞിറങ്ങി വന്നു കേട്ടോ. മഴയായതുകൊണ്ട് ഫോണൊന്നും പുറത്തെടുത്തില്ല. പിന്നെ കുഞ്ഞിപ്പാറും ഞാൻ കുട്ടിയായിട്ട് കളിക്കാമെന്ന് വെച്ചാൽ അവൾ എനിക്ക് അമ്മമ്മ തരുന്നു, ഞാൻ അവൾക്ക് അമ്മമ്മ കൊടുക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അപ്പം ഇച്ചിരി മഴയൊക്കെ തന്നപ്പോൾ അച്ഛൻ്റെ അവിടെ വാഴയുടെ ഏതാണ്ടൊക്കെ വെട്ടിക്കളയുന്നു. അപ്പോൾ ഗൈസ് അച്ഛൻ വാഴ വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു അടിപൊളി മഴ അതേ പിന്നെയും പെയ്തു. ഞാനും ചങ്കുട്ടിയും ഒക്കെ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. രണ്ട് ചക്കവറുത്തൊക്കെ കുറച്ചതിന് ശേഷം ഞാൻ പയ്യനകത്തോട്ട് കയറി. കുഞ്ഞിപ്പാറിന് വൈകുന്നേരം എന്തെങ്കിലും വേണമല്ലോ, അപ്പം തണുപ്പും കൂടെ ആയതുകൊണ്ട് ദഹിക്കാത്ത കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ കുറുക്ക് ദഹിക്കുമോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, വേറെ ഒന്നും ഇല്ല ഇനി കൊടുക്കാനായിട്ട്. അവൾ ഇടിയപ്പം വലിയ ഇഷ്ടമുള്ള ആളല്ല. അപ്പം ഞാൻ നമ്മുടെ അമൃതം പൊടി കേട്ടോ എപ്പോഴും കൊടുക്കണം, അത് കിട്ടുന്നുണ്ട് അംഗൻവാടിയിൽ. അപ്പോൾ നമ്മളത് കുറുക്കാൻ പോവുകയാണ്. കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ, അവൾ ഒറ്റ പ്രാവശ്യം ചില ഒരു നേരം കഴിക്കുന്ന രീതിയിൽ ഇച്ചിരി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കുറുക്കി സെറ്റാക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ചായയും കൂടെ ഇടണം. ഇനിയിപ്പോൾ അതൊക്കെയാണ് ഡ്യൂട്ടി. അപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരം 4 മണിയൊക്കെ ആയി കേട്ടോ. ഇപ്പോൾ തന്നെ മഴ കണ്ട് തിന്ന് ഇങ്ങനെ ഈ ദിവസം കംപ്ലീറ്റും പോയിട്ടോ. വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ എന്താ ഒരു സുഖം.
അങ്ങനെ ചായയൊക്കെ ഇട്ടു അരച്ചെടുത്ത് ചങ്കുട്ടിക്കും എനിക്കും അച്ചയ്ക്കും അച്ചമ്മയ്ക്കും ആട്ടോ എടുക്കുന്നത് 4 ഗ്ലാസ്. കുഞ്ഞ് പറഞ്ഞു കൊടുക്കത്തില്ല കേട്ടോ, അതൊരു വട്ടം പനി വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഞാൻ കണ്ടു, കുഞ്ഞ് കഫം കാരണം മൂക്കൊക്കെ അടഞ്ഞിട്ട്. അതിൽ പിന്നെ അവൾക്ക് അങ്ങനെ കൊടുക്കത്തേ ഇല്ല സാധനം. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഇതുവരെ നമ്മൾ നിർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ചായ ഇനി എല്ലാം ആയി, ഇനി പോയി സപ്ലൈയും കൂടെ ചെയ്തിട്ട് വരാം. അങ്ങനെ ചായ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഞാനും ചങ്കുട്ടിയും കൂടെ ഇരുന്ന് കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ കണ്ട് ഞങ്ങളും ചായയൊക്കെ കുടിച്ചു. നമുക്ക് ചക്ക വറുത്തതും ചായയും പിന്നെ എന്തൊരു കുക്കീസ് പോലത്തെ വെള്ള ബിസ്ക്കറ്റുണ്ട്, ഇവിടെ വലിയ ഇഷ്ടമാട്ടോ ചങ്കുട്ടിക്കും എനിക്കും അതുപോലെ കുഞ്ഞിപ്പാറനും. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും കുഞ്ഞിപ്പാറും ചങ്ങനയും കൂടെ ഇരുന്നിട്ട് വീണ്ടും മറ്റേ മസാല ചിപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ചങ്കുട്ടി മേടിച്ചുകൊണ്ട് വന്നു കടേൻ്റെ കൂടെ വന്നപ്പോൾ. ഇടയ്ക്ക് ഞാൻ കടയിലൊക്കെ പോയിട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉടുപ്പൊക്കെ ഇട്ടു, ഇനിയിപ്പോൾ തണുപ്പൊക്കെ ആയി സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെയെങ്കിലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം, അല്ല ശരിയാകത്തില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ